ഹലോ ഗൈസ്, ഇപ്പോൾ ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ആദ്യം എന്തായാലും ഒരു ഫെറോ റോച്ചർ കഴിക്കട്ടെ ഗൈസ്. സീനായിട്ടില്ല ഗൈസ്, അടിപൊളി ചോക്ലേറ്റ് ആണ് ഗൈസ്, ഒരു രക്ഷയില്ല. സോ ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫെറോ റോച്ചറിൻ്റെ കഥ അറിയാം? സംഭവം സീനാണ്. സോ ഫെറോ റോച്ചർ എന്ന് പറയുന്നത് രണ്ട് ബ്രദേഴ്സ് ആദ്യം 1946 ഒരു പേസ്ട്രി ഷോപ്പായിട്ട് ഇറ്റലിയിൽ തുടങ്ങിയൊരു കടയായിരുന്നു ഫെറോ റോച്ചർ. സോ ജിവാനി ഫെററോവും പിയേഡ്രോ ഫെററോ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ബ്രദേഴ്സ് തുടങ്ങിയൊരു പേസ്ട്രി ഷോപ്പാണ് പിന്നീട് നമ്മൾ ഈ കാണുന്ന ഫെറോ റോച്ചർ ആയിട്ടുള്ള ഐക്കോണിക് ചോക്ലേറ്റ് ആയിട്ട് മാറിയത്. സോ 1982 ഇവിടെ തീരുമാനിക്കുന്നത് നമുക്കൊരു അടിപൊളി ഒരു വെറൈറ്റി ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ട് വേൾഡിന് നമുക്ക് സെല് ചെയ്യുന്ന രീതിയിലൊരു അടിപൊളി ബ്രാൻഡാക്കി മാറ്റണം എന്നുള്ളൊരു രീതിയിൽ ഇവർ ചിന്തിക്കുന്നത്. അന്നത്താണ് 1982 അലബ എന്ന് പറഞ്ഞ സ്ഥലം, ഇറ്റലിയിലുള്ള സ്ഥലത്ത് ഇവരും ഇതിൻ്റെ മാനുഫാക്ചറിങ് തുടങ്ങുന്നത്. സോ ഇറ്റലിയിലെ ഫേമസ് പേസ്ട്രീസ് ടേസ്റ്റുകളൊക്കെ മിക്സ് ചെയ്ത് നട്ട്സൊക്കെ ഇട്ട് നമുക്കിങ്ങനെ ചെയ്യാമെന്ന് അവർ ആലോചിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം അവരുണ്ടാക്കി. സോ ഇതിന് എന്തുകൊണ്ട് ഫെറോ റോച്ചർ എന്ന് പേരിട്ടെന്ന് വെച്ചാൽ ഇവയുടെ ബാക്ക് നെയിം എന്ന് പറയുന്നത് ഫെററോ എന്നാണ്. സോ അത് ഫ്രണ്ടിലിട്ടു. റോച്ചറിന് എന്തുകൊണ്ട് ഇട്ടു എന്ന് വെച്ചാൽ ഫ്രാൻസിലെ ലൂർദിൽ നമ്മളെ മദർ മേരി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് ഇവർ റോച്ചർ എന്നുള്ള പേരിട്ടത്. അപ്പോൾ അവർക്ക് വെർജിൻ മദർ മേരിയോട് അടങ്ങാത്ത ഭയങ്കര ബിലീഫും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ റോച്ചർ എന്നുള്ള പേരിട്ട്. സോ അങ്ങനെ ഫെറോ റോച്ചറായി. അതിനുശേഷം ഇവർ 1982 തന്നെ ലോഞ്ച് ചെയ്ത് ഇവർ ഫസ്റ്റ് ഒരു വേർഡ് ഓഫ് മൗത്തിലൂടെയാണ് ഇവരുടെ സംഭവം സെയിലായിക്കൊണ്ടിരുന്നത്. അതിന് ശേഷമാണ് ഇവർ ഫസ്റ്റ് ഒരു TV അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തത്. അത് കിഡിലെ ഹിറ്റായി മാറി ഗൈസ്. അതിന് ശേഷമാണ് നമ്മൾ ഈ കാണുന്ന ഫെറോ റോച്ചർ ഒരു ഐക്കോണിക് ചോക്ലേറ്റ് ബ്രാൻഡായി മാറിയത്. സോ നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ സംഭവം അടിപൊളിയാണ് ഗൈസ്. മുകളിലൊരു ചോക്ലേറ്റ് വിത്ത് നട്ട്സ് ലെയർ ഉണ്ട്. അതിന് ശേഷം ഉള്ളിലേക്ക് പോയാൽ അത് കണ്ടോ ഒരു ബ്രൗണിഷ് കളർ ബോൾ ഉണ്ടാവും. ഇതുപോലെ ഒരു ബോൾ ഉണ്ടാവും. അതിന് ശേഷം കുറച്ചുകൂടി ഉള്ളിൽ പോയാൽ ചോക്ലേറ്റ് ഫിൽഡായിട്ടും അതിൻ്റെ ഉള്ളിൽ ഒരു ഹേസൽനട്ട് വെച്ചിട്ടുള്ളൊരു അടിപൊളി ചോക്ലേറ്റാണ് ഫെറോ റോച്ചർ. സോ ഇഫ് യു ഹാവ് നോട്ട് ട്രൈ ദിസ്, ഡു ട്രൈ ഇറ്റ്. സോ ദിസ് വാസ് ദ സ്റ്റോറി ഓഫ് ഫെറോ റോച്ചർ. സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് ചെയ്യേണ്ടി വന്നു ഗൈസ്. പിന്നെ ഇതിരിക്കുന്നതുകൊണ്ട് എൻ്റെ ഒരു സോറി ഗൈസ് കഥ പറയാമെന്ന് വിചാരിച്ചു. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. നാളെ ഒരു അടിപൊളി ബ്ലോഗായി വരുന്നതായിരിക്കും. സോ